ആ പ്രേമ, പോയ കറിയിൽ നടന്നോ? നടന്ന മുതലാളി. ഇരിക്കും, കഴിക്കാം. വേണ്ട മുതലാളി, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇരിക്കടാ. വേണ്ട മുതലാളി, വേണ്ടാഞ്ഞിട്ടാ. ഇരിക്കാനല്ലേ പറഞ്ഞത്? കുഴപ്പമില്ല, വേണ്ട മുതലാളി. ഇരിക്കടാ, വാ ഇവിടെ ഇങ്ങോട്ട് ഇരിക്കേ. ഇരിക്കാനല്ലേ പറഞ്ഞത്? ഇന്നും നിന്റെ ഭാര്യ നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെയാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ വിളമ്പി തരാം. കഴിക്കടാ. അതെ, ആ മീൻകറി ഇങ്ങ് എടുത്തുണ്ടോന്നേ. ആ കഴിക്കേ. ഇങ്ങിതാ, ഞാൻ കൊടുത്തോളാം, നീ വെക്കോ. പൊയ്ക്കോ. എന്തെന്നുള്ള മണമല്ലേ നിന്റെ ദേഹത്തുനിന്ന്? പോലീസിന്റെ മണം അടിക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ആ പിഞ്ചു കുഞ്ഞിനോട് അങ്ങനെ കാണിച്ചവനെ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ തന്ന ചെയിന ഇത് അവിടെ കിടപ്പുണ്ടായിരുന്നു. എന്നെ എതിർത്ത് എന്നെ കൊല്ലാൻ വരുന്ന ശത്രുവിനോട് ഞാൻ ക്ഷമിച്ചേക്കും. പക്ഷെ ഇവൻ കൊന്നത് എന്റെ വിശ്വാസത്തെയാ. എന്റെ വിശ്വാസത്തെ കൊന്നു. എല്ലാരും ഞങ്ങളെ താഴ്ന്ന ജാതിയാണെന്ന് പറഞ്ഞ് പൂജിച്ചപ്പോ നിങ്ങൾ മാത്രം ഞങ്ങളെ മനുഷ്യജാതിയായി കണ്ടത്. നിങ്ങളുടെ കൂടെയുള്ള ആളെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ച് സ്വന്തം മകളെ പോലെയല്ലേ എന്നെ നോക്കിയത്. പിന്നെ നിങ്ങൾ ചെയ്തത് എങ്ങനെ തെറ്റാകും? മുതലാളി, നിങ്ങൾ ഞങ്ങളുടെ എല്ലാം കുലദൈവമാ. കങ്കണി സാറേ, കുന്നിന്റെ മുകളിൽ കൊണ്ട് കത്തിച്ചു കളഞ്ഞേക്കേ. ശരി സാറേ. ആ പ്രേമ, ഡാ ഇനി ഒന്നേ. നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയോ? ആ, എടുക്ക്. ഏയ് നിൽക്ക്. കയാൽ, പോട്ടെ. പോയിട്ട് വരാൻ ചിറ്റപ്പ. വൈകുന്നേരം വരാം. ചെല്ലേ. എന്നോട് ക്ഷമിക്കണം. പോ. അളിയ, നിനക്ക് എന്താടാ പറ്റിയേ? കയ്യിൽ ഇവിടെ ഉണ്ടോടാ? നീ എന്തായി പറയുന്നേ? ഇന്ന് കോളേജിലേക്ക് ജീപ്പിൽ ഞാനടാ കൊണ്ടുപോയി വിട്ടത്. അവളെ കാണാനല്ലേ നീ വന്നത്? അതിന് സന്തോഷിക്കല്ലേ വേണ്ടേ? എന്നിട്ട് നീ എന്തിനാടാ ഇങ്ങനെ കരയുന്നേ? അവളെന്നെ കണ്ടിട്ടും ഒരു പരിചയമില്ലാത്ത ഭാവത്തിലായിരുന്നടാ. നീ അവളോട് സംസാരിച്ചോ? എങ്ങനെയാടാ ആ കാശി കൂടെ ഉള്ളപ്പോ? കാശി ഉണ്ടെങ്കിൽ എന്താ? അവള് നിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നില്ലേ? കാശി അടിച്ചിട്ടിട്ട് അവളെ ആയിട്ട് പോയിരുന്നില്ല നിനക്ക്? ആദ്യം അവളുടെ മനസ്സിൽ എന്താ ഉള്ളെന്ന് അറിഞ്ഞിട്ടല്ലേടാ അയാൾ എന്താ ചെയ്യണ്ടെന്ന് ആലോചിക്കാൻ പറ്റൂ. തടിമില്ലേക്ക് പോട്ടെ. നമസ്കാരമുണ്ട് സാറേ. ആരാന്ന് പോലും അറിയില്ലല്ലേ. മരണത്തിൽ നിന്ന് അതിജീവിച്ച് കണ്ണു തുറന്നപ്പോ നിന്നെ കാണണമെന്ന് വിചാരിച്ച് എത്ര നാൾ നിനക്ക് വേണ്ടി കാത്തിരുന്നു എന്ന് വല്ലതും അറിയോടി നിനക്ക്? നീയാണെങ്കിൽ ഞാൻ ആരാന്ന് പോലും അറിയാത്ത മട്ടില്ല. ഇവൻ എന്തിനാ തിരിച്ചു വന്നെന്നല്ല ആലോചിക്കുന്നത്. ആ വീരഭദ്രന്റെ മകളല്ലേ നീ?
ആ ഗുണമെല്ലാം നിനക്കും കാണും. നീ മരണത്തെ തോൽപ്പിച്ച് വന്നിരിക്കുക, ഞാൻ ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുക. ഇനിയുള്ള പഠിത്തമൊക്കെ നീ ഇടുക്കി പോയി പഠിച്ചോ. ഞാൻ കാശിയോട് പറഞ്ഞിട്ടുണ്ട്, അവൻ എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട് അവിടെ. നാളെ തന്നെ പുറപ്പെടണം. അതൊന്നും പറ്റില്ല, ഞാൻ ഇവിടെ തന്നെ പഠിക്കും. അച്ഛനെ എതിർത്ത് സംസാരിക്കാൻ മാത്രം ആയോടി നീ? നിന്നെയൊക്കെ വെട്ടി തുണ്ടാക്കണം. അതല്ലേ നിങ്ങൾ നേരത്തെ ഓരോരുത്തരെ കുത്തി വീഴ്ത്തിയത്? ഈ വെട്ടും കൊലയൊക്കെ ഇനി മതിയായില്ലേ? എന്താടി അവൻ രക്ഷപ്പെട്ടു എന്നുള്ള അഹങ്കാരത്തിൽ സംസാരിക്കണോ നീ? അവൻ ജീവനോടെ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ തന്നെ അവന്റെ കഴുത്ത് ഞെരിച്ച് കൊന്ന് ജയിലിൽ പോകും. നിന്നെ ആൺകുട്ടിയെ പോലെ വളർത്തുന്ന എല്ലാരും മുമ്പിൽ വെച്ച് മീശ പിരിച്ച് പറഞ്ഞേന് എന്നെ അപമാനിച്ചില്ലേ നീ? നിന്നെ കൊന്നളയും ഞാൻ. അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ. ഇവൾക്ക് ഇങ്ങനെ പറഞ്ഞ മനസ്സിലാവില്ല. കാണിച്ചു തരാം ഞാൻ. മോളെ, എന്താ അവിടെ ഒരു ശബ്ദം? എന്താ നീ ചെയ്തത്? അയ്യോ, ഇവൾ അരളി അരച്ച് കഴിച്ചല്ലോ. എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നെ? എന്തായി കാണിച്ചു? എനിക്കെങ്ങോട്ടും പോണ്ട. ഇവളുടെ കണ്ണും വീഴ്ച തന്നെ ഇവിടെ തന്നെ. എടീ, നിന്നെ പൊന്നാരിച്ച് വളർത്തേച്ച് ശിക്ഷയാണോ നീ കൊടുത്തിരിക്കുന്നത്? ഇപ്പൊ സന്തോഷായില്ലടി? നിന്റെ പിടിവാശി കൊണ്ട് എന്താ സംഭവിക്കുന്നത് കണ്ടോ? എന്തിനാണ് ഇവൾ എന്റെ വയറ്റിൽ വന്ന്? ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അവളോട് കാശിയുടെ അടുത്തേക്ക് പോയിക്കോളാന്ന് സത്യം ചെയ്യാൻ പറ. എനിക്ക് കയ്യും കാലും ഒക്കെ വിറച്ചിട്ട് വയ്യ. ഞാൻ എന്താ ചെയ്യാ? ആരെങ്കിലും വിളിക്ക്. ഒന്ന് വേഗം എഴുന്നേറ്റ് അമ്മയോട് സത്യം ചെയ്യണേ, വേഗം. എന്തായി കാണിച്ചത്? ഇത് കണ്ടില്ലേ? അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യണേ. ഇനി ഇങ്ങനെ ചെയ്യില്ല. പൊയ്ക്കോളാം. അവള് പറഞ്ഞില്ലേ, കേട്ടില്ലേ? ആശുപത്രിയിലേക്ക് പോവാം. വീണ്ടും നിന്നെ ജീവനോടെ കാണുന്നെന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല, അറിയോ? ഇന്നലെ വരെ കിട്ടാതിരുന്ന സന്തോഷം ഇന്നലെ നിന്നെ കണ്ടപ്പോ എനിക്ക് കിട്ടി. പക്ഷെ ഇപ്പോ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടിയാണ് എനിക്ക് കൂടുതൽ. വേണ്ട ബാല, പൊയ്ക്കോ. നീ എവിടെയാണെങ്കിലും ജീവനോടെ ഉണ്ടാവണം, അത് മതി. ദയവേത് ഇവിടുന്ന് പോയേക്ക് ബാല, പ്ലീസ്. അപ്പോ വരട്ടെ. ശരി സാറേ. കൊണ്ടിരിക്കടാ. അവളെന്നെ മറന്നിട്ടില്ലടാ, അവൾക്ക് എന്നെ ജീവനാടാ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോന്നെ? എന്താ അടുത്ത പ്ലാന്? നല്ലൊരു സമയം നോക്കി അവളെ ഇവിടുന്ന് കൊണ്ടുപോകണം. എങ്ങനെയാടാ അതൊക്കെ നടക്കോ? അതൊന്നും അറിയില്ല. ഇവിടെ നമുക്കറിയാവുന്ന ഒരേ ഒരാള് ആ തണ്ണിവണ്ടിയാ. അയാൾ വെച്ച് വേണം എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ. അയാളാടാ നമ്മുടെ തുറുപ്പ് ചീട്ട്. ഈ തുറുപ്പുചീട്ടെന്ന് പറഞ്ഞില്ലേ, എന്താണത്? അതാണോ ഏട്ടാ? ചേട്ടൻ കറുത്തിട്ടാണെങ്കിലും ചേട്ടന്റെ മനസ്സ് വെളുപ്പാണ്. അദ്ദേഹത്തെ പോയി നമ്മൾ എങ്ങനെ വെറുപ്പിക്കാന്ന് ഞാൻ പറയായിരുന്നു. അതെ ചേട്ടാ. എന്നെ കണ്ട മരപ്പൊട്ടനാന്ന് തോന്നുന്നുണ്ടല്ലേ? എടാ പട്ടികളെ, നിങ്ങൾക്ക് പണി വാങ്ങി തന്ന എനിക്കിട്ട് നിങ്ങൾ പണിയാൻ നോക്കുക അല്ലേ? ഇവിടെയുള്ള പെണ്ണുങ്ങളൊന്നും നോക്കിയാൽ മതി, കാശ് വെച്ചേക്കില്ല. അങ്ങനെയുള്ള അവന്റെ വീട്ടിലെ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോവാൻ എന്നെ നിങ്ങൾ തുറപ്പിച്ചിട്ടാക്കാൻ നോക്കുക. കാശ് ഇതങ്ങനെ പറഞ്ഞാൽ എന്റെ കഴുത്ത് കോഴി വെട്ടുന്ന പോലെ വെട്ടും. ഞാനിതിപ്പോ തന്നെ കാശിയോട് പറയാൻ പോവാ. എടാ, നിങ്ങൾ എന്റെ ഈ വീട്ടിൽ കിടന്ന് മരിക്കണ്ട. അനിയത്തിയുടെ കല്യാണം എന്ന് പറഞ്ഞ എന്റെ വീട്ടിൽ കയറി കൂടി ചതിക്കുമായിരുന്നല്ലേടാ നിങ്ങള് തെണ്ടികളെ. ചേട്ടാ വേണ്ട ചേട്ടാ, ദേശത്തിന്റെ പുറത്ത് ഓരോന്നും കാണിക്കല്ലേ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഇതിന്റെ ഒക്കെ പിന്നിൽ ഒരു വലിയ കഥ ഉണ്ട്. എല്ലാ കഥ എനിക്കറിയാടാ. ഈ കഥ കാശി അറിയണ്ടേ? ഞാൻ പോയി പറയണ്ടാ. ചേട്ടാ വേണ്ട ചേട്ടാ. അയാൾ പോയി പറയട്ടെ. പോയി പറയടോ. താനെന്തിനാടോ പറയുന്നത്? ഞാൻ തന്നെ പറയാം. എനിക്ക് നാട്ടിലേക്ക് ഫോൺ ചെയ്ത് കാശിക്ക് ഞാനാ ജോലി വാങ്ങിച്ചു കൊടുത്തത്. എന്നിട്ടാവും വലിയ ആളായപ്പോ എന്നെ പണിന്ന് പുറത്താക്കി. അവനോട് പകരം വീട്ടണം. അതിന് നീയാണ് ശരിയായ ആള്. ആ പെണ്ണ് ഇവിടെ തന്നെ ഉള്ളത്. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. നിനക്ക് ഞാൻ കാശിയുടെ വീട്ടിൽ ജോലി വാങ്ങിച്ചു തരാം. ആ പെണ്ണിനെ കൊണ്ടുവരുള്ള വഴി ഞാൻ തന്നെ പറഞ്ഞുതരാം. നീ ഒരു 10,000 തന്നാ മതി എന്നൊക്കെ പറഞ്ഞ് ഈ വീട്ടിൽ ജോലിക്ക് നിർത്തിയത് നിങ്ങളാണെന്നും പറഞ്ഞ് ഞാൻ ശരിക്കും നിങ്ങൾക്കൊരു പണി തന്നിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. എന്തേ, പോയി പറയണോ അതോ അകത്ത് പോണോ? പുറത്തു പോവാണ്. എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരണോ? ഒരു പൈന്റ് വാങ്ങിച്ചോണ്ട് വാ.